നമസ്കാരം. ജോലി കിട്ടി ഗൾഫിലെത്തിയാൽ അടുത്തത് കിടക്കാനൊരിടം കണ്ടെത്താനുള്ള തന്ത്രപ്പാടിലായിരിക്കും പല പ്രവാസികളും. മിക്കവരും എത്തിപ്പെടുന്നത് ലേബർ ക്യാമ്പുകളിലാണ്. ക്യാമ്പ് എന്നാൽ സുഖസൗകര്യങ്ങളുടെ ധാരാളിത്തമുള്ള സ്ഥലമെന്നാണ് നാട്ടിലുള്ള പലരുടെയും ധാരണ. ലേബർ ക്യാമ്പ് അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ വാടക വീടോ അപ്പാർട്ട്മെൻറ്റോ ഒക്കെ എടുക്കുക എന്നുള്ളതാണ്. വീട്ടുവാടക അനുസരിച്ചായിരിക്കും മിക്കവരും ഓരോ മാസത്തെയും ജീവിത ചെലവുകൾ ക്രമീകരിക്കുന്നത്. കഴിഞ്ഞ വർഷം ദുബായിൽ വാടക നിരക്ക് കൂടുന്നു എന്ന വാർത്ത വന്നിരുന്നു. ഇത് പ്രവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായിരുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വൻ കുതിച്ചുചാട്ടത്തിന് പരിഹാരമായി കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന 17,000-ലേറെ ഭവന യൂണിറ്റുകൾ ഒരുക്കാൻ പോവുകയാണ് ദുബായ് ഭരണകൂടം. ദുബായ് എമിറേറ്റിന്റെ 6 മേഖലകളിലായി വീടുകൾ നിർമ്മിക്കുന്നതിന് ഭൂമി അനുവദിക്കാൻ തീരുമാനമായി കഴിഞ്ഞു എന്നാണ് വിവരം. ഇതിനായി 1.46 ദശലക്ഷം ചതുരശ്ര മീറ്റർ ഭൂമിയാണ് പലയിടങ്ങളിലായി അനുവദിച്ചിട്ടുള്ളത്. ദുബായ് 2040 അർബൻ മാസ്റ്റർ പ്ലാനിന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് 10,000-ലേറെ ചെറുകിട ഭവന യൂണിറ്റുകൾ വികസിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അൽ മുയിസം, അൽ ഥവാർ, കിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ, അൽ ലിയാൻ എന്നിവിടങ്ങളിലെ 6 സ്ഥലങ്ങളിലായി 17,080 റെസിഡൻഷ്യൽ യൂണിറ്റുകളാണ് നിർമ്മിക്കുക. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നഗരമെന്ന ദുബായിയുടെ സവിശേഷതയോട് ചേർന്ന് നിൽക്കുന്നതാണ് പുതിയ ഭവന പദ്ധതി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ചെറുഭവനങ്ങൾ ദുബായിലെ വിദഗ്ധ പ്രൊഫഷണലുകളെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സ്വദേശികൾക്കെന്ന പോലെ തന്നെ പ്രവാസികൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുമെന്നാണ് വിവരം. കൂടുതൽ ഊർജ്ജസ്വലമായ സമൂഹങ്ങളെ വികസിപ്പിക്കുക, സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, എല്ലാ വരുമാനക്കാരായ താമസക്കാർക്കും ഗുണനിലവാരമുള്ള ഭവനങ്ങളിലേക്കും ആവശ്യ സേവനങ്ങളിലേക്കുമുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഈ സംരംഭത്തിലൂടെ ഉന്നം വയ്ക്കുന്നത്. പുതിയ റെസിഡൻഷ്യൽ യൂണിറ്റുകൾ താങ്ങാവുന്ന വാടക നിരക്കിൽ ലഭ്യമാവുമെങ്കിലും അവയിലെ സൗകര്യങ്ങൾ ഒരിക്കലും മോശമാവില്ല എന്നാണ് അധികൃതർ പറഞ്ഞു വെക്കുന്നത്. പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യ സേവനങ്ങളും ഉൾപ്പെടെ പുതിയ രീതിയിലാണ് വീടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വാടക വർധനയ്ക്ക് മൂക്കുകയറിട്ട് ദുബായിൽ സ്മാർട്ട് വാടക സൂചിക നിലവിൽ വന്നിരുന്നു. ഈ സൂചിക അനുസരിച്ച് ഓരോ മേഖലയിലെയും കെട്ടിടങ്ങൾക്ക് ലഭിക്കുന്ന റേറ്റിംഗിന് ആനുപാതികമായിട്ടേ വാടക കൂട്ടാൻ അനുമതി ലഭിക്കുകയുള്ളൂ. പഴയ കെട്ടിടങ്ങൾ കാലോചിതമായി പുതുക്കി പണിഞ്ഞാൽ മാത്രമേ ദുബായിൽ വാടക കൂട്ടാൻ സാധിക്കൂ. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് പുതിയ സ്മാർട്ട് വാടക സൂചിക പുറത്തിറക്കിയത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയായിരിക്കും സൂചിക തയ്യാറാക്കുന്നത്. ഉള്ളതെല്ലാം വിറ്റുപറക്കി വിമാനം കയറുന്ന പ്രവാസികൾ പലപ്പോഴും നേരിടേണ്ടി വരുന്നത് അനേകം പ്രതിസന്ധികളാണ്. നാട്ടിലുള്ളവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ എല്ലുമുറിയെ പണിയെടുക്കുന്ന നിരവധി പ്രവാസികളുണ്ട് നമുക്ക്. പുതിയതായി വരുന്ന 17,000-ലധികം ഭവന യൂണിറ്റുകളും വാടക സൂചികയുമൊക്കെ പ്രവാസികൾക്കേറെ സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.